അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഹിജ്റയുടെ മഹത്വമാണ് നാം പറഞ്ഞു വന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ വിരപ്പിൽ കിടത്തി അവിടുന്ന് യാസീനിൻ്റെ തുടക്കത്തിലെ ചില ആയത്തുകൾ ഓതി ഫഹും ലാ യുബ്സിറൂൻ വരെ എത്തി. അതിനുശേഷം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു പിടി മണ്ണ് വാരിയെടുത്തുകൊണ്ട് ശത്രുക്കളുടെ മുഖത്തേക്ക് എറിഞ്ഞു. അങ്ങനെ എല്ലാ ശത്രുക്കളുടെ മുഖത്തും കണ്ണിലും പല ഭാഗത്തും ആ മണൽത്തരികൾ എത്തി. അത് കാരണമായി അവർക്ക് താൽക്കാലികമായി ഒരു വിഷമം അനുഭവിച്ചു. അങ്ങനെ അവർ കണ്ണ് തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ നബിതങ്ങൾ അവർക്കിടയിലൂടെ നടന്നുപോയി. അവരത് അറിഞ്ഞില്ല. അത് നബിയുടെ ഒരു അമാനുഷികതയാണ്. അങ്ങനെ നബിതങ്ങൾ നേരെ പോയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്കാണ്. നബിയുടെ കൂട്ടുകാരൻ ആണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടെ ആ ഒരു കുടുംബം നബിയെ സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ യസ്രിബിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ വളരെ പ്രയാസത്തോടു കൂടിയാണ് അവർ പോകുന്നത്. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാൻ പാടില്ല. അങ്ങനെ അവർ ലക്ഷ്യസ്ഥാനമായ യസ്രിബിലേക്ക് കുതിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് അവർ 3 ദിവസം സൗർ ഗുഹയിൽ അവർ താമസിച്ചു. ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഗുഹക്കകത്ത് കയറി. ആ ഗുഹക്കകത്ത് എന്തെങ്കിലും മാളമുണ്ടോ, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്നെല്ലാം ആദ്യം അവിടെ നിന്ന് തിരക്കിയിരുന്നു. അങ്ങനെ ദ്വാരങ്ങളൊക്കെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടച്ചു. അങ്ങനെ അവസാനം ഒരു ദ്വാരം മാത്രം ബാക്കിയായി. നമുക്ക് ചരിത്രം അറിയാലോ. ഒരു ദ്വാരം മാത്രം ബാക്കിയായി. ആ ദ്വാരത്തിന് അടയ്ക്കാൻ അവിടെ വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ തള്ളവിരൽ കൊണ്ട്, കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് ആ ഒരു ദ്വാരം അടച്ചു പിടിച്ചു. പക്ഷെ ആ ദ്വാരത്തിലൂടെയാണ് ഒരു സർപ്പം നബിയെ കാണാൻ വേണ്ടി വന്നത്. ചുരുക്കത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിൽ ആ സർപ്പം കൊത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വേദനയാക്കാൻ വേണ്ടി കൊത്തിയതല്ല. തൻ്റെ മുന്നിൽ റസൂലുള്ളാഹിനെ കാണാൻ ഒരു തടസ്സമായിട്ട് നിന്നപ്പോൾ ആ തടസ്സം നീക്കാൻ വേണ്ടി കൊത്തിപ്പോയതാ. ഏതായാലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ആ ഗുഹക്കകത്ത് 3 ദിവസം കഴിച്ചുകൂട്ടി. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിൽ സർപ്പം കൊത്തിയ ആ സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് അങ്ങ് കടക്കുന്നില്ല. അങ്ങനെ 3 ദിവസം താമസമാക്കി. ഈ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഗുഹക്ക് പുറത്ത് ഭയങ്കര തിരക്കുണ്ടായിരുന്നു. എങ്ങനെ
ശത്രുക്കൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് തിരക്ക്. ശത്രുക്കളെത്തിയപ്പോൾ അവിടുന്ന് ഒരാൾ ചോദിച്ചു, നമുക്ക് ഈ ഗുഹ ഒന്ന് കയറി നോക്കിയാലോ? അപ്പോൾ വേറെ ഒരുത്തൻ പറഞ്ഞു, ഇതിൻ്റെ അകത്തുനിന്ന് ആരുണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു പല്ലി, ഒരു ഗൗളി കൊക്കിയതെന്ന ഒരു ശബ്ദം ഉണ്ടാക്കിയത്. പല്ലി ചലച്ചാൽ ഗൗളി ശാസ്ത്രപ്രകാരം അവിടെ ആൾ താമസമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ അല്ലാഹുവിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. അവിടെ പെട്ടെന്ന് തന്നെ ചിലന്തികൾ വന്നു, വലകെട്ടി, മാടപ്പിറാവുകൾ കുറുകാൻ തുടങ്ങി, അവർ മുട്ടയിട്ടു അടയിരിക്കാൻ തുടങ്ങി. അപ്പം ചിലർ പറഞ്ഞു, ആൾ താമസമുള്ളടുത്ത് മാടപ്രാവ് വരില്ല, ചിലന്തി വല കൂട്ടൂല്ല. അങ്ങനെയാണ് അവരവിടുന്ന് നിരാശയായിക്കൊണ്ട് മടങ്ങിയത്. അപ്പോൾ പല്ലി ചലച്ചല്ലോ. അപ്പം ആ പല്ലി നബിക്ക് പ്രതികൂലമായിരുന്നു, അനുകൂലമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പല്ലിയെ കൊന്നാൽ 100 പ്രതിഫലമാണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അത് ഇതാണ് സംഗതി കേട്ടോ. അങ്ങനെ ശത്രുക്കൾ അവിടുന്ന് ഓടിപ്പോയി. അങ്ങനെ ഇവർ ആ ഗുഹാമുഖത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പം ഈ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നബിയെ, നമ്മളെ അവർ കാണൂലേ? അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അബൂബക്കർ ലാ തഹസൻ ഇന്നല്ലാഹ മഅന, ഭയപ്പെടാതെ, നിശ്ചയം അല്ലാഹു നമ്മളോട് കൂടെയുണ്ട്. ഈ ഒരു ചിന്താഗതിയാണ് നമുക്കും വേണ്ടത്. നമ്മുടെ കൂടെ അല്ലാഹു തആല ഉണ്ട് എന്നുള്ള ഒരു ബോധം നമുക്ക് ഈ ഹിജ്റയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ അവർ ലക്ഷ്യസ്ഥാനമായ യസ്രിബിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് അവർ മസ്ജിദ് ഖുബാ നിർമ്മിച്ചു. വാദി ബനി സാലിം, അവിടെയും ഒരു പള്ളിയുണ്ടാക്കി. വാദി ബനി സാലിമിലാണ് അവർ ജുമാ നിസ്കരിച്ചത്. അങ്ങനെ അവർ വീണ്ടും നീങ്ങുകയാണ്, യാത്രയിലാണ്. അങ്ങനെ മദീനയെ ലക്ഷ്യമാക്കിക്കൊണ്ട്, അഥവാ യസ്രിബിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നീങ്ങുന്നത്. അപ്പോൾ ലക്ഷ്യസ്ഥാനമായ മദീനയിലെത്തി, യസ്രിബിലെത്തി. അപ്പോൾ ഈ സമയം ഒരുപാട് ആളുകൾ, ആബാലവൃദ്ധം ജനങ്ങളും അവിടെ തടിച്ചുകൂടിയിരുന്നു. റസൂലുള്ളാഹ് യാത്ര ചെയ്യുന്ന ഒട്ടകം എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒന്ന് മുട്ടുകുത്തിയെങ്കിൽ എന്ന് ഓരോരുത്തരും വിചാരിച്ചു. അതിനു വേണ്ടി അവർ ആഗ്രഹിച്ചു. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഒട്ടകത്തെ വിടുക, ഒട്ടകത്തെ വിടുക. ആ ഒട്ടകത്തിന് കൽപ്പന കിട്ടിയിരിക്കുന്നു. എവിടെ മുട്ടുകുത്തണമെന്ന് ഒട്ടകത്തിനറിയാം. അതുകൊണ്ട് നിങ്ങൾ ഒട്ടകത്തെ വിട്ടുകളയുക. അങ്ങനെയാണ് ഇന്ന് മസ്ജിദ് നബവി കാണുന്ന സ്ഥലത്ത് ഒട്ടകം മുട്ടുകുത്തിയത്. അങ്ങനെ റസൂൽ കരീം അവിടെ ഇറങ്ങിയപ്പോൾ അവിടുത്തെ ചെറിയ പെൺകിടാങ്ങൾ ദഫ്മുട്ടി പാട്ടുപാടിയെന്ന് അല്ലേ, അതേപോലെ അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളൊക്കെ റസൂലിനെ വരവേറ്റുകൊണ്ട് ചെല്ലാൻ തുടങ്ങി. ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയത്തിൽ വദാഇ വജബ ശുക്രു അലൈന മദാ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീന ജിത ബിൽ അംരിൽ മുതാഇ.
ജിത ശറഫ്തൽ മദീന മർഹബാ യാ ഖൈറ ദാഇ. ഇങ്ങനെ റസൂലിനെ പോഴ്ത്തി പറഞ്ഞുകൊണ്ട് യസ്രിബ് നിവാസികൾ മുഴുവനും റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടിയെന്ന്. അപ്പോൾ ഈ ഒരു ഉദ്ദേശത്തിലാണ് നമ്മളും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നത്. ഓക്കെ. ഇനി അതല്ലെങ്കിലോ, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഹദീസിലൂടെ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാത്തവർ മുസ്ലിം ലോകത്ത് ജീവിച്ചിരിപ്പില്ലല്ലോ. റസൂലുള്ളാഹിനെ സ്നേഹിക്കാത്തവരായി ആരുമില്ലല്ലോ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് അനുഗ്രഹമായിരുന്നല്ലോ അവിടുന്ന്. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വന്നാസി അജ്മഈൻ. മക്കളെക്കാളും സ്വന്തത്തെക്കാളും സകല വസ്തുക്കളെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് റസൂലുള്ളാഹിനെയല്ലേ. അൻത ഉമ്മുൻ ലേ അൻത ഉമ്മുൻ അൻത അബുൻ. അവിടുന്ന് നമ്മുടെ വാപ്പയാണോ അതല്ല ഉമ്മയാണോ? അതിനേക്കാളും വലിയവരായിരുന്നു റസൂലുള്ളാഹ്. അതുകൊണ്ട് ആ റസൂലുള്ളാഹിനെ പ്രിയം വെക്കണം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി നമുക്ക് വേറെ പറയാനുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.